ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഫെബ്രുവരി 22 മാഷാഅല്ലാഹ് അതിന് 6 മന്ത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരാഗ്രഹം ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ടിങ് ആക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് ഈവനിങ് ആണ് നമ്മൾ ഫങ്ഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫങ്ഷൻ ഇൻ ദി സെൻസ് ചെറിയൊരു രീതിയിലാണ് ഫങ്ഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇന്നലെ രാത്രി, അതായത് 21 രാത്രി ഫിലിം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രേമലു കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്നലെയാണ് ഒരു ടെൻറ്റാണ് ഞാൻ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൾക്ക് മാത്രമേ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ടെൻറ്റാണ് പ്ലാന്. അപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ രാത്രി നമുക്ക് ഉണ്ടാക്കി വെക്കാനാണ് വിചാരിച്ചത്. ഫിലിമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ലേറ്റായി. ഇന്ന് 11 ആ ഒരു ഫിലിമിൻ്റെ റിവ്യൂ, അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അതിനെ കൂട്ടിയിട്ട് അതിനെ കൊണ്ടുപോയ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും 11 o'clock നിങ്ങളെല്ലാവരും കാണാം. അപ്പോൾ ഈ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ആകുമെന്നൊന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ അത് 22 ഇന്ന് വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണാം കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്നെങ്കിൽ മറ്റന്നാളോ അങ്ങനെ കുറച്ച് ഡിലേ ഉണ്ടാകും. കാരണം എഡിറ്റിങ് കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ഡിലേ ആയോ. അപ്പം നമുക്ക് അത് മാത്രമല്ല, ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യേണ്ടി വരും. കാരണം കൈമാക്ക് വയ്യ, അവർക്ക് സുഖമില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇതെങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന്, കാരണം ഇപ്പം 11 മണിയായി, ഒരു 4-5 ആകുമ്പോഴൊക്കെ അവരെത്തും. ഉപ്പാൻ്റെ ഉമ്മയൊക്കെയും പിന്നെ ഉമ്മാൻ്റെ സിസ്റ്ററും ഉമ്മാൻ്റെ ഉമ്മയും, അത് ഉമ്മാമയും. അപ്പോൾ ഇവർ 4 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ചെയ്യാം. പിന്നെ കേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കേക്ക് അറിയില്ല എന്ന് ഉദ്ദേശിച്ചത് കേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അത് മൊത്തം ഒരു ഉപ്പാൻ്റെ പ്ലാനാണ്. എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ത് മോഡലാണ്. ബട്ട് കളർ അറിയാം കേട്ടോ. ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനോട് ഡ്രസ്സ് ഏതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ ഉള്ള ഡ്രസ്സ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം അവർക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ട് കുറേ പാർട്ടി വെയർസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വെറുതെ എന്തിനാണ് വെറുതെ വാങ്ങുന്നതെന്ന് വിചാരിച്ചിട്ട് അതാണ് ഒരു മെറൂൺ കളർ ഫ്രോക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മെറൂണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇതിൽ തീമിട്ടാണ് ആൾ കേക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് കൊടുത്തത്, എന്താണ്, ഏത് ഫ്ലെയിം ഒന്നും എനിക്കറിയില്ല. അപ്പോൾ നോക്കാം, അടിപൊളിയാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടെൻറ്റ് ഉണ്ടാക്കുന്നത് തുടങ്ങാം. നമ്മളെ ബാക്ക്ഡ്രോപ്പിൻ്റെ 3 ഇതാണ് കേട്ടോ. ബാക്ക്ഡ്രോപ്പിൻ്റെ 3 റോഡാണ്. അപ്പോൾ ഇതിനെ കൊണ്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല, നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ പ്ലേസ് ചെയ്യുന്നതൊന്നും ഉറപ്പിച്ചിട്ടില്ല, ലൈക്ക് തീരുമാനിച്ചിട്ടില്ല. അത് നമുക്ക് ടെൻറ്റാകുമ്പോൾ അത് എടുത്തുകൊണ്ട് പോവാമല്ലോ. അപ്പം ഒന്നെങ്കിൽ താഴെയായിരിക്കും, അത് ഉണ്ടാക്കിയതിന് ശേഷം എവിടെയാണ് വെക്കേണ്ടതെന്ന് തീരുമാനിക്കുള്ളൂ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാനിങ്ങനെ ബേസായിട്ട് അതിനകത്ത് തന്നെ ബെഡ് നമ്മൾ വെച്ചിട്ട് അതിൻ്റെ മേലെ അത് പിങ്ക് കളർ ബെഡാണ്. അപ്പം മെറൂണാണല്ലോ തീം. അപ്പം ഞാനിങ്ങനെ ഒരു മെറൂൺ ചോറ് വെച്ചിട്ട് ചെയ്തിട്ടോ. ഇതാദ്യം ഞാൻ ഫ്ലോറിൽ വെക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് ഒട്ടും ആവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ബെഡിൻ്റെ മേലെ നമുക്ക് ഇങ്ങനെ അത് നിൽക്കുമല്ലോ. ഇതിൽ ഫുൾ ടേപ്പ് ചെയ്യാം. എനിക്കറിയില്ല ഇതിങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത്. ബട്ട് സ്റ്റിൽ 6 മന്ത് എടുക്കുന്നുണ്ട്. സോ ആരും ഇല്ലാത്ത സ്ഥിതിക്കും എനിക്കറിയുന്ന പോലെ ചെയ്യാം. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക. അതിന് ബലൂൺസ് വരാനുണ്ട്, ഫെയറി ലൈറ്റ് വരാനുണ്ട്, അങ്ങനെ കുറച്ച് പണിയുണ്ട്. ഓക്കെ, അപ്പം നമുക്കതൊക്കെ ചെയ്യാം. അതിനും ഇപ്പോൾ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ എണീച്ചിട്ട്
പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു പണി തീരുള്ളൂ. അപ്പോൾ ഞാനിങ്ങനൊരു ഫ്രില്ലിട്ട് ഒരു നെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ ഈ ഒരു രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ബട്ട് ഇതിൻ്റെ ഒരു അകത്തൂട്ട് എന്താ പറയുക, ഒരു ഫെയറി ലൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് ഇത് ഞാൻ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഫാൻ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ പറഞ്ഞത് ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഫാൻ ഇല്ലാണ്ടാവില്ല, നല്ല ചൂടാണ്. ഇത് ചെയ്തിട്ടും ഈ ഒരു ലെങ്ത്ത് ബാക്കിയുണ്ട്. അപ്പോൾ രണ്ടുവെച്ചും ഇങ്ങനെ റൗണ്ടിൽ ചെയ്യാം. ഓക്കെ, കഴിച്ചിട്ടും ഞാൻ ഉള്ളിൽ ഫെയറി ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് പുറത്തിങ്ങനെ നെറ്റ് കൊടുത്തിട്ടോ. ഇനി നമുക്ക് ബലൂണ്, ഇത് 6ൻ്റെ ബലൂണ്, പിന്നെ ഡൈനോയുടെ ഹെയർ ബാൻഡാണ്. അപ്പം ഈ ഒരു കളർ ബലൂണ, ഇത് ബ്ലൂ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചാൽ അങ്ങനത്തെ കളറാകും. ഇതിൻ്റെ ഒരു 20 പീസ് ഞാൻ വാങ്ങി. കണ്ടോ, കണ്ടോ, നല്ലൊരു ഷെയ്ഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ഷെയ്ഡ്. ഇത്ര മതി, ഇത്ര ചെറുത്ത് മതി. ഈ ഒരു സൈസിൽ നമുക്ക് ബ്ലോ ചെയ്തെടുക്കാം. ഗൈസ്, അപ്പം അതിനൊന്ന് ഫീഡൊക്കെ ചെയ്തു. അപ്പോൾ സമയം നല്ലോണം ലേറ്റായി. പിന്നെ ചെറിയൊരു പണി കിട്ടിയോന്ന് അറിയില്ല. ഈ ലൈറ്റ് നമ്മൾ എക്സ്റ്റൻഷന് കൊടുത്തപ്പോൾ അത് വർക്കാവുന്നില്ല. ഇനിയിപ്പോൾ താഴെ ചെയ്ത് നോക്കണം. എല്ലാം കൊണ്ടിപ്പം എന്തെല്ലോ ആയിട്ടാണ് നോക്കാം നമുക്ക്. ഓക്കെ, ഒരുപാട് സക്സസ് ആവും. ലൈറ്റ് ആയിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഊരിയെടുക്കാൻ നല്ല പണിയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കി പണി ചെയ്യാം. അപ്പം ഇങ്ങനൊരു നമ്മളെ സ്ട്രിപ്പ് ഉണ്ടല്ലോ, നമ്മളെ ബലൂൺ സ്ട്രിപ്പ്, അതിലാണ് ഞാൻ ഈ ബലൂണെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ബലൂൺ ഓരോന്നായിട്ട് ഈ സ്ട്രിപ്പിലേക്ക് കയറ്റി കൊടുക്കാം. ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് കയറ്റി കൊടുത്താൽ നമുക്ക് നമ്മൾ വേണ്ടുന്ന രീതിയിലത് ആയിക്കണം. അപ്പോൾ ഇതുപോലെ അതിങ്ങനെ നിൽക്കും സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ. നമ്മൾ ഇപ്പം എല്ലാം ഇങ്ങനെ സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ കയറ്റാം. ഇത് എത്രത്തോളം വേണമെന്നറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, ഇത് വരുമ്പോൾ ലൈറ്റ് എത്രത്തോളം കാണുമെന്നറിയില്ല. ഇനി ഈ ലൈറ്റിൻ്റെ ഈ ഒരു ചൂട് തട്ടിയിട്ട് ഇത് ബലൂണ് ബ്രേക്ക് ചെയ്യുമെന്നറിയില്ല. ആദ്യം ലൈറ്റ് കത്തോ നോക്കട്ടെ. ലൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ നമ്മളെ എക്സ്റ്റൻഷനിൽ കൊടുത്തിട്ട് അത് വർക്കാവുന്നില്ല. എക്സ്റ്റൻഷൻ എന്തായെന്നറിയില്ല. ഇത് പുതിയ എക്സ്റ്റൻഷനാണേ, പക്ഷെ അത് കരിഞ്ഞ് കാണുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഷോക്കെല്ലാം ഇങ്ങനെ ഉരുകിയ പോലെ. എന്താ അത് വർക്കാവാത്തതല്ല, എന്തായാലും വർക്കാവുന്നുണ്ട്. ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലൈറ്റിൻ്റെ പ്രശ്നമാണ്, ഈ ഫെയറി ലൈറ്റിൻ്റെ പ്രശ്നമൊന്നും അറിയില്ല. ഇപ്പം എന്തായാലും നോക്കാം. അത് കത്തിയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു ദിവസം
സമയത്ത് അത് കത്തിക്കുന്നത്. ഗൈസ്, അപ്പം എല്ലാ ബലൂണും ഞാനിങ്ങനെ സ്ട്രൈപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് മാത്രം വെക്കാനാണ് പ്ലാൻ. ഓക്കെ, ആ സൈഡ് 6 വെക്കാനാണ് പ്ലാൻ. ബട്ട് ആ 6 എത്രത്തോളം വലിപ്പം ഉണ്ടെന്ന് അറിയില്ല. അപ്പം ഇത്രയും സ്ട്രൈപ്പ് ബാക്കി വന്നത് നമുക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. കാരണം അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത്രയും ലെങ്ത്ത് കിട്ടത്തില്ല. അപ്പം നമുക്കിതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടെൻറ്റിൽ തന്നെ, ഐ മീൻ ഈ ഒരു പ്ലേസിൽ തന്നെ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് മേ ബി താഴേക്ക് ഇത് കൊണ്ടുപോകുള്ളൂ. കാരണം ഈ ഒരു ഭംഗി ചിലപ്പം താഴേക്ക് കൊണ്ടുപോയി കിട്ടിയിട്ടില്ലെങ്കിലോ പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടുന്നും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട്. പക്ഷെ ആൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുമോ ഇതൊക്കെ വലിച്ചിടുമോ ഒന്നും അറിയില്ല. കാരണം ഇപ്പം എല്ലാം വലിച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഈ ബലൂൺസൊക്കെ കാണുമ്പോൾ ഒന്ന് തുടിക്കുന്നുണ്ട്. നോക്കാം. ഓക്കെ, അപ്പം ബാക്കിയൊക്കെ ഞാനിങ്ങനെ റോൾ ചെയ്തിട്ട് ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇവിടേക്ക് കൊടുക്കാം. ഓക്കെ, ഈ ഒരു പിന്നെ ഞാൻ ഇവിടേക്ക് ഓക്കെ. അപ്പം ഏകദേശം അത് സെറ്റായി. ഇനെന്താ, ഇനി നമുക്ക് 6 ഈ ഒരു 6 ബ്ലോ ചെയ്യാം. ഇത് കണ്ടോ, 32 ഇഞ്ചിൻ്റെ അവിടെ ഒരു ടിക്ക് ഇട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഓഹോ, ഇത് ഇത്രയും വലിയ 6 ആണ് ഗൈസ്. ഇത് നല്ല വലുപ്പമുണ്ട്. നമുക്ക് ബ്ലോ ചെയ്ത് നോക്കാം. 16 ഇഞ്ചും അത്ര. ഞാൻ മറ്റേ ആ ലവിൻ്റെ ബലൂണ് ബ്ലോ ചെയ്തപ്പോൾ തന്നെ എൻ്റെ പകുതി ശ്വാസം പോയി. ഇനി ഇത് ഇങ്ങനെ ബ്ലോ ചെയ്തെടുക്കണം. നോക്കാം ഗൈസ്, ഇത്രയും വലിയ 6, ഇത്രയും വലിയ 6 ഞാൻ പ്രതീക്ഷിക്കുക. ഇത്ര വലുത് വേണ്ടായിരുന്നു. ഇതിൻ്റെ ഇവിടെ വെക്കാനാ, ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യോ. അപ്പം ഗൈസ്, നമ്മുടെ ടെൻറ്റിൻ്റെ ഏകദേശം ഒരു ചെറിയ രീതിയിൽ ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മൾ 6 വലുതായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സൈഡിലായിട്ട് പിന്നൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ സൈഡായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ടെൻറ്റ് ഇങ്ങനെ ഒരു മെറൂണും വൈറ്റും തീമിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബലൂണും ഒരു മെറൂൺ തീമിലാണ് കേട്ടോ. പിന്നെ ചെറുതായിട്ട് ഫ്ലോപ്പായത് നമ്മുടെ ഫെയറി ലൈറ്റാണ്. ഫെയറി ലൈറ്റ് ഇതുവരെ അത് വർക്ക് ആവുന്നുണ്ടായിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം, ഇത് സിംഗിളായിട്ട് എവിടെയെങ്കിലും പ്ലഗിൽ നമ്മൾ കുത്തിയിട്ട് വെക്കാമെന്നുണ്ടോ നോക്കാം കേട്ടോ. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു കേക്ക് സ്റ്റാൻഡ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈറ്റ് ഇത് ഏകദേശം ബാറ്ററി പോയി എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ അതിനോട് ഇവിടുന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ താഴേക്ക് ഇത് കൊണ്ടുവെക്കും. കാരണം മേലേക്ക് എല്ലാവർക്കും കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിത് താഴേക്ക് കൊണ്ടുവെക്കും. ഗൈസ്, അപ്പോൾ അതിനോൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. അവൾക്ക് കുറച്ച് ലൂസാണ് കേട്ടോ ഡ്രസ്സ്. ബട്ട് സ്റ്റിൽ ഈ ഒരു ഇതിന് മാച്ചായിട്ടുള്ള ഔട്ട്ഫിറ്റാണ്. ഹെയർ ബാൻഡും ഒരു മാച്ചില്ല, ബട്ട് ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. നല്ല രസമുണ്ട് ഫോട്ടോയിലൊക്കെ. അപ്പോൾ ഇതാണ് അതിനോൻ്റെ ഔട്ട്ഫിറ്റ്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറേ പണിയെടുത്തു ഫോട്ടോസ് എടുക്കാൻ. കാരണം അവൾ ഇതൊക്കെ വലിച്ചിടുന്നിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പം അതിനോ ഓക്കെ മമ്മനൊക്കെ അപ്പോൾ നമുക്കിനി കേക്ക് വന്നിട്ടാണ്. നമുക്ക് ആ കേക്ക് എടുത്തിട്ടൊരു 4-5 ആകുമ്പോഴേക്കും എത്തും. അപ്പം ഇപ്പം
ഞാൻ കണ്ടോ വിയർത്ത് ഫുള്ള് കോലം കെട്ടിച്ചാടത്. അപ്പോൾ എനിക്കിനി കുളിക്കണം, ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്യണം. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈവനിങ് ഫങ്ഷൻ്റെ സമയത്ത് കാണാം. ഓക്കെ ഓക്കെ. ഗൈസ്, അപ്പം ഞാൻ കുളിച്ചു, ഫ്രഷായി, ഡ്രസ്സ് ചേഞ്ച് ചെയ്തു കേട്ടോ. പാൻറ്റും ഡ്രസ്സും ഒരു ടീമിന് ചെറിയൊരു രീതിയിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ, ഫുൾ മാച്ചില്ല, നല്ല ചെറിയൊരു രീതിയിൽ മാച്ച് ഉണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെ ഈ ഒരു സൈഡും പിന്നെ പാൻറ്റും ഒരു മെറൂൺ ഷെയ്ഡ് അടിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഫുൾ ടയേർഡായി. ഓൾമോസ്റ്റ് 4 hours എടുത്തിട്ടുണ്ടാവും. അത് ഒറ്റയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. അത്രയും ഡിലേ ആയി, അത്രയും ടൈം എടുത്ത് അതിൻ്റെ ഇടയിൽ അതിനൊന്ന് ഫീഡ് ചെയ്യാൻ പോയി. എല്ലാം കൂടി ഒരു 4 hour എടുത്തിട്ടുണ്ടാവും. ഞാൻ അതൊന്ന് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇപ്പം ടൈം 4 o'clock ആയി. 5 ആകുമ്പോഴത്തേക്കും അവരെത്തും, യോക്കിയും ഉമ്മയൊക്കെ എത്തും. പിന്നെ ആ ഫെയറി ലൈറ്റിൻ്റെ പ്രശ്നമായിരുന്നു, അത് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുന്നതുകൊണ്ട് ഞാൻ വേറൊരു എക്സ്ട്രാ ഉണ്ടായ ഫെയറി ലൈറ്റ് എടുത്തിട്ട് അതിൻ്റെ മേലെ നിന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ആ ഒരു ടെൻറ്റിനെ താഴെ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം മേലെ അധികം ഏജുള്ള ആൾക്കാരായതുകൊണ്ട് മേലെ കയറാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ടെൻറ്റ് താഴെ കൊണ്ടുവച്ച സമയത്ത് പണി കിട്ടി. അതിൻ്റെ സ്റ്റാൻഡിന് കുറച്ച് ഇളക്കം, ഒരു ഇളകിയ പോലെ ആയിട്ട് അങ്ങനെ അതും സെറ്റ് ചെയ്തു. എല്ലാം ഫെയറി ലൈറ്റ് വേറെ സെറ്റ് ചെയ്തു, എല്ലാം ഞാൻ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ 5 o'clock അവർ വന്ന് കഴിഞ്ഞാൽ കേക്കൊക്കെ സെറ്റ് ചെയ്ത്, അപ്പോൾ ജസ്റ്റ് ഞാൻ ചെയ്തതൊന്ന് വീഡിയോ കാണിച്ചു തരാം. അതിന് ശേഷം 5 o'clock ഫങ്ഷൻ്റെ ടൈം കാണിച്ചു തരാം. ഓക്കെ, അപ്പം അന്നേരം കാണാം. അതിന് നല്ല ഉറക്കമാണ്. ഇപ്പം ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് അവളെ ഡ്രസ്സൊക്കെ കഴിച്ച് കുറച്ച് സമയം ഉറക്കിയിട്ടുണ്ട്. ഇപ്പം കാരണം അതിനെല്ലാവരും വരുന്ന സമയത്ത് അതിട്ട്, കാരണം ചൂടായതുകൊണ്ട് അവൾക്ക് നല്ലോണം വിയർക്കുന്നുണ്ട്, സ്വെറ്റാവുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവളൊന്ന് ഫ്രീ ആക്കി വിടാം, എല്ലാവരും വരുന്ന സമയത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പം നമുക്ക് ഇനി കേക്കൊക്കെ വന്ന് 5 o'clock ശേഷം കാണാം. ഓക്കെ.
ഫങ്ഷനൊക്കെ ചെറിയ രീതിയിൽ അങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചായ കുടിച്ചു, പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. അതിന് ഭയങ്കര ഹാപ്പിയാണ് ലൈറ്റ്സും ബലൂൺസൊക്കെ കണ്ടിട്ട്. അപ്പം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ. അതിനു ബൈ പന്നെ, ബൈ പന്നെ, ബൈ. ഓക്കെ ഗൈസ്, ബൈ.